ചാലിയാറിൽ തിരച്ചിലിന് പോയ സന്നദ്ധ പ്രവർത്തകർ വനത്തിൽ കുടുങ്ങി. 14 സംഘമാണ് വനത്തിൽ കുടുങ്ങിയത്. സൂചിപ്പാറയ്ക്ക് സമീപത്താണ് സംഘമുള്ളത്. ചാലിയാറിൽ വെള്ളം കൂടിയതിനാൽ മറുകരയിലേക്ക് എത്താനായില്ല. വിവരങ്ങളുമായി മുബഷീർ പി അക്ബറാണ് ചേരുന്നത്. മുബഷീർ, എപ്പോഴാണ് ഇവർ ഈ വനത്തിൽ കുടുങ്ങിയത്? ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ? ഇതിനകം ഇവരെ രക്ഷിക്കാനുള്ള ദൗത്യം അത് ഏത് തരത്തിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? ചാലിയാറിലെ ജനകീയ തിരച്ചിൽ ഇന്നായിരുന്നു ആരംഭിച്ചിരുന്നത്. 200 അംഗ ദൗത്യ സംഘം പല മേഖലകളായി തിരിഞ്ഞായിരുന്നു ചാലിയാറിലെ വിവിധയിടങ്ങളിൽ തിരച്ചിലിന് വേണ്ടി ഇറങ്ങിയിരുന്നത്. സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ഇതിലുണ്ടായിരുന്നു. അത്തരത്തിൽ SDPI പ്രവർത്തകരും തിരച്ചിലിന് വേണ്ടി എത്തിയിരുന്നു. രാവിലെ 7 മണിയോട് കൂടിയായിരുന്നു SDPI പ്രവർത്തകർ അവിടെ തിരച്ചിലിനെത്തിയത്. തുടർന്ന് ഉൾവനത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടുള്ള തിരച്ചിലിന് വേണ്ടി ആ ഒരു സംഘം ആ ഒരു മേഖലയിലേക്ക് കടന്നിരുന്നു. അവിടെ തിരച്ചിൽ നടത്തി ഇന്ന് വൈകിട്ടോടുകൂടി ഇങ്ങോട്ടേക്ക് തിരിച്ച് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് അതിന് സാധിക്കാത്തൊരു സാഹചര്യമുണ്ടെന്ന് വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ശക്തമായ കുത്തൊഴുക്ക് ഇപ്പോൾ ചാലിയാർ പുഴയിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പുഴയിലൂടെ അതിവേഗം വെള്ളം ഒഴുകി വരുന്നതും ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഇവർക്ക് പുഴ മറികടന്നുകൊണ്ട് മറുവശത്തേക്ക് എത്താൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് നിലവിൽ അവിടെ ഉള്ളത് എന്നുള്ളതാണ് SDPIയുടെ നേതാക്കൾ നമ്മളോട് വ്യക്തമാക്കുന്നത്. SDPIയുടെ സന്നദ്ധ പ്രവർത്തകരായുള്ള 14 പേരാണ് ഇപ്പോൾ സൂചിപ്പാറയോട് ചേർന്ന ഭാഗത്തെ കുടുങ്ങിക്കിടക്കുന്നത്. അവർ സേഫാണ് എന്നുള്ളതാണ് നിലവിൽ ഈ നേതാക്കളൊക്കെ തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നത്. നിലവിൽ പുഴയ്ക്ക് അക്കരെ ഒരു കാപ്പിത്തോട്ടത്തിൽ രാത്രി കഴിച്ചുകൂട്ടുകയാണെന്നും സുരക്ഷിതരാണെന്നും അവരുടെ ശബ്ദ സന്ദേശം ഏറ്റവും ഒടുവിലായി ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ലഭിച്ചിട്ടുണ്ട്. SDPI തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും അവർ സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ആ ഒരു മേഖലയിൽ നമുക്കറിയാം ഇന്ന് മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ ശക്തമായ മഴയുണ്ടായിരുന്നു. അതിനെ തുടർന്ന് പുന്നപ്പുഴയിലൂടെ ശക്തമായ കുത്തൊഴുക്ക് ഒലിച്ചു വന്ന് ചാലിയാറിലേക്കും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ആ മേഖലയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാവണം അവർക്ക് മറുവശത്തേക്ക് എത്താൻ സാധിക്കാത്തത് എന്നുള്ളതാണ്. ഇരുട്ടുകുത്തി, വാണിയമ്പുഴ, കുമ്പളപ്പാറ ഉൾപ്പെടെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് ഇന്ന് 200 അംഗ ദൗത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ തിരച്ചിലും നടത്തിയിരുന്നു. ആ ഒരു സംഘത്തിൽ ഉൾപ്പെട്ട സന്നദ്ധ പ്രവർത്തകർ കൂടിയായിരുന്നു ഇവരെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. 14 SDPI പ്രവർത്തകരാണ്. ആദ്യഘട്ടം മുതൽ തന്നെ ഈ ഒരു ചാലിയാർ മേഖല കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലൊക്കെ തന്നെ സജീവമായി ഉണ്ടായിരുന്ന ആളുകളാണ് ഇവരെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. അവരുടെ ഒരു ശബ്ദ സന്ദേശം അതുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷെ അവരെ ഫോണിലൊന്നും തന്നെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഫോണിൽ വിളിക്കുന്ന സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നുള്ളതാണ് നമ്മളോട് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. എന്തായാലും ഈ മഴ കുറഞ്ഞതുപോലെ തന്നെ പുഴയുടെ ഒഴുക്കൊക്കെ തന്നെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് മറുകരയിലേക്ക് എത്താൻ സാധിക്കും, സുരക്ഷിതമായി തന്നെ എത്താൻ സാധിക്കുമെന്ന ഒരു ശുഭപ്രതീക്ഷയും അവരൊക്കെ തന്നെ വെച്ചു പുലർത്തുന്നുണ്ട്. നാളെയും ഈ ഒരു മേഖലയിൽ തിരച്ചിൽ തുടരുമെന്നുള്ളതാണ്, ചാലിയാർ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ. എന്തായാലും നാളെ പുലർച്ചയോടുകൂടി തന്നെ അവർക്ക് മറുകരയിലേക്ക് എത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് നിലവിലെ സാഹചര്യത്തിലുള്ളത്. മൊബൈൽ ഫോൺ ഓഫാണെങ്കിലും അവർ അവസാനമായി അയച്ച ശബ്ദ സന്ദേശത്തിൽ ഈ പുഴയ്ക്ക് അക്കരെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സുരക്ഷിതമായ ഒരു കാപ്പിത്തോട്ടം പോലെയുള്ള ഒരു മേഖലയിൽ അവരെല്ലാവരും കൂടി ഒരുമിച്ചിട്ടുണ്ട്. രാത്രി ആ ഒരു മേഖലയിൽ കഴിച്ചുകൂട്ടുകയാണെന്നാണ് അവർ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ഈ ഒരു മേഖലയിലൊക്കെ തന്നെ നാവികസേനയുടെ എയർലിഫ്റ്റിംഗ് ഉൾപ്പെടെയുള്ള ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പിൻവാങ്ങിയിട്ടുണ്ട് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ അത്തരം സംവിധാനങ്ങൾ അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് അത്രത്തോളം എളുപ്പമല്ല. അവയൊക്കെ തന്നെ പിൻവാങ്ങിയതുകൊണ്ട് തന്നെ പുഴയുടെ ഒഴുക്ക് കുറഞ്ഞാൽ മാത്രമേ അവർക്ക് ഇപ്പുറത്തേക്ക് എത്താൻ സാധിക്കൂ എന്നുള്ളതാണ്. മുണ്ടേരി ഫാം ഭാഗത്തേക്ക് എത്തിയാൽ മാത്രമേ പിന്നീട് അതുമായി ബന്ധപ്പെട്ട സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ സാധിക്കൂ എന്നതാണ്. എന്തായാലും അവരുടെ ശബ്ദ സന്ദേശം ആ നിലയിൽ തന്നെ സുരക്ഷിതമാണെന്ന് അവർ തന്നെ അറിയിച്ച പശ്ചാത്തലത്തിൽ നാളെ പുലർച്ചയോടുകൂടി തന്നെ തിരിച്ചെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നിലവിൽ മുൻപിലുള്ളത്. ശരി, ഇന്ന് സജീവമായ തിരച്ചിലുണ്ടായിരുന്ന 14 അംഗ SDPI സംഘമാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. സുരക്ഷിതരാണ് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് മുബഷീർ പി അക്ബറും പങ്കുവയ്ക്കുന്നത്.